ഇറാൻ പരമോന്നത നേതാവ് ആയത്തുല്ല ഖമനയി വധിക്കപ്പെട്ട് നാളുകൾക്കിപ്പുറം ഇറാന് പുതിയ പരമോന്നത നേതാവിനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇറാൻ. ഖമനയുടെ രണ്ടാമത്തെ മകൻ മോജ്തബ ഖമനയിയാണ് ആ നേതാവ്. ഇറാന്റെ ഭരണ സംവിധാനത്തിൽ നിർണായക സ്വാധീനമുള്ള മോജ്തബ 1969 ജനിച്ചത്. മതപഠനം പൂർത്തിയാക്കി ഹൊജ്ജത്തുൽ ഇസ്ലാം എന്ന മധ്യനിര മത പദവിയിലാണ് ഇപ്പോൾ അദ്ദേഹമുള്ളത്. ആയത്തുള്ള അലി ഖമനേയിയുടെ വധത്തിനെ വളരെ വൈകാരികമായി നേരിടുന്ന ഇറാന് ഇപ്പോൾ ഏറ്റവും അത്യന്താപേക്ഷിതമായി വേണ്ടത് ഒരു നേതൃസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ 1987-88 കാലഘട്ടത്തിൽ ഇറാൻ-ഇറാഖ് യുദ്ധത്തിൽ പങ്കെടുത്ത ഇറാനിൽ 2009 തിരഞ്ഞെടുപ്പിനെ തുടർന്നുണ്ടായ പ്രതിഷേധങ്ങളെ അടിച്ചമർത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിരുന്ന മോജ്തബ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രാധാന്യമുള്ള പരമോന്നത പദവി അലങ്കരിക്കാൻ അനുയോജ്യനാണെന്ന് കരുതപ്പെടുന്നു. ഫെബ്രുവരി 28 നടന്ന ഇസ്രായേൽ-US സംയുക്ത ആക്രമണത്തിൽ പിതാവ് അലി ഖമനേയിക്കൊപ്പം മോജ്തബയുടെ മകനും ഭാര്യയും അമ്മയും കൊല്ലപ്പെട്ടിരുന്നു. അതേസമയം ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന അലി ഖമനേയിയുടെ പിൻഗാമിയായി വരുന്ന ഓരോരുത്തരെയും വേട്ടയാടുമെന്ന് ഇസ്രായേൽ സൈന്യം മുന്നറിയിപ്പ് നൽകി. പുതിയ നേതാവിനെ തിരഞ്ഞെടുക്കാൻ ചുമതലപ്പെട്ട സമിതിയിലെ അംഗങ്ങളെയും ഇസ്രായേൽ ലക്ഷ്യം വെക്കുമെന്ന് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് വ്യക്തമാക്കി. പേർഷ്യൻ ഭാഷയിൽ എക്സിലിട്ട പോസ്റ്റിലാണ് ഇറാനിലെ നേതാക്കൾക്ക് ഇസ്രായേൽ സൈന്യത്തിന്റെ മുന്നറിയിപ്പുള്ളത്. ഇറാനിലെ അടുത്ത പരമോന്നത നേതാവിന്റെ എല്ലാ പിൻഗാമികളെയും IDF വേട്ടയാടുമെന്ന് ഇതിൽ മുന്നറിയിപ്പ് നൽകുന്നു. ഇസ്രായേൽ രാജ്യത്തിന്റെ കൈ എല്ലാ പിൻഗാമികളെയും പിൻഗാമിയെ നിയമിക്കാൻ ശ്രമിക്കുന്ന എല്ലാവരെയും പിന്തുടരുമെന്ന് ഞങ്ങൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. പിൻഗാമിയെ തിരഞ്ഞെടുക്കാനുള്ള യോഗത്തിൽ പങ്കെടുക്കാൻ ഉദ്ദേശിക്കുന്ന എല്ലാവർക്കും മുന്നറിയിപ്പ് നൽകുന്നു. നിങ്ങളെയും ലക്ഷ്യം വെക്കാൻ ഞങ്ങൾ മടിക്കില്ല. ഇതൊരു മുന്നറിയിപ്പാണ്. എക്സ്പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള പ്രണാമം.